ഇതെനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു ചാപ്റ്ററായി ലാൻഡ്. നീ ജർമ്മൻ എടുത്തോ, നീ നേഴ്സിംഗ് കഴിഞ്ഞല്ലേ, നിനക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജ് സ്കില്ലും ഉണ്ട്, എന്നെക്കൊണ്ട് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവൾ മാത്രമല്ല, എനിക്ക് ചുറ്റുള്ള എല്ലാവരും പറഞ്ഞു നിനക്ക് ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്കൊരു ക്രേസ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം, ലാംഗ്വേജ് പഠിക്കുന്നതിലും അത് സംസാരിക്കുന്നതിലും. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ നേറ്റീവ് സ്പീക്കറെ പോലെ സംസാരിക്കാൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഒരു ചാലഞ്ച് എന്ന് അറിയത്തില്ലേ. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം എനിക്ക് അവിടുത്തെ നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതേ ഡയലക്റ്റ് വേണം, അതേ ഒരു പ്രൊണൗൺസിയേഷൻ വേണം, എല്ലാം അങ്ങനെ തന്നെ ആവണം. നമുക്ക് റെസ്പെക്റ്റ്, ഓഫ് കോഴ്സ് ജർമ്മനിയിൽ എടുത്തു പറയേണ്ടതാണ്, നേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, എസ്പെഷ്യലി ഇന്ത്യൻ. എൻ്റെ പേര് അൻസൽ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ BSc നേഴ്സിംഗ് പാസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പഠിച്ചത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്, ബാംഗ്ലൂർ. ഇപ്പം ഞാൻ ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എറണാകുളം ബ്രാഞ്ചിൽ A1 സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട്ടിൽ ഉപ്പ ഉമ്മ 2 ഇക്കമാരാണുള്ളത്. ചെറുപ്പത്തിലെല്ലാം ഈ സിനിമ കൈൻഡ് ഓഫ് റിലേറ്റഡ് ഭ്രാന്തായിരുന്നു, പിന്നെ മ്യൂസിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫ്രണ്ട്സിനിടയിൽ പറയാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതായിരുന്നു. ഒരു 10th കഴിഞ്ഞപ്പം ഫിലിം ഡയറക്ടറായി. പിന്നെ ഒരു +1+2 സ്റ്റേജ് എത്തിയപ്പോൾ ഒരു റിയലൈസേഷൻ ഫേസ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു 10-18 കൊല്ലം ജീവിച്ചു, എന്നെക്കൊണ്ട് വീട്ടുകാർക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, നാട്ടുകാർക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ഈ നേഴ്സിങ്ങിനെ പറ്റിയൊരു ഇൻട്രസ്റ്റ് വന്നത്. എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് എനിക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നു, അപ്പാർട്ട് ഫ്രം സാലറി ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നു, അതിന് എനിക്കൊരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അപ്പോൾ ഒരു സാധനം കിട്ടില്ലേ. ആ ഒരു ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് നേഴ്സിംഗ് ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തത്. എൻ്റെ മെയിൻ ഹോബീസ് പാട്ട് കേൾക്കുക, സിനിമ കാണുക, ഫ്രണ്ട്സിൻ്റെ കൂടെ വൈബ് ചെയ്യുക, എനിക്ക് ഇറങ്ങാൻ പോവുക. ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുരം കയറുന്ന ടീംസാണ്. പിന്നെ ഊട്ടി പോയി ചായ പിടിച്ച കഥയുണ്ട്. അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക്. ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ബാക്ക് ബോൺ എല്ലാം. എൻ്റെ ഉപ്പ ഉമ്മ ബ്രദേഴ്സ് എല്ലാവരും. ഫ്രണ്ട്സും ഉണ്ട്, ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ്. ഇന്നേ വരെ എന്നെ ഒരു കാര്യത്തിനും കമ്പൽ ചെയ്തിട്ടില്ല. എനിക്ക് അത്രയും ഫ്രീഡം തന്നിട്ട് എന്നെ അങ്ങ് വിട്ടതാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ അത് മിസ്യൂസ് ചെയ്തിട്ടുമില്ല. അപ്പം എനിക്കൊരിതുണ്ടായിരുന്നു, കാരണം ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഫാമിലി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതെൻ്റെ ഒരു ഇതാണ്. എന്നാലും അവർക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവരിപ്പോഴും എന്നെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകാൻ നോക്കുന്നുണ്ട്. പാരലായിട്ട് ഞാൻ കുറച്ച് വീഡിയോഗ്രാഫി പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. ഒരു പോയിന്റ് എത്തിയപ്പം ഞാനൊരു ബേർഡൻ പോലെ എനിക്ക് തന്നെ ഫീൽ ആകാൻ തുടങ്ങി. കാരണം ഞാൻ വീട്ടുകാരെ ചിലവിൽ ജീവിക്കുന്നു, ഇങ്ങനെ പഠിക്കുന്നു, പിന്നെന്താ പറയുക, ഒരു ലൂപ്പ് പോലെ. അങ്ങനെ ഒരു ടൈം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലൂപ്പൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം. പിന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരമായി തീരണം. കാരണം എന്നെ ഇത്രയും കാലം നോക്കിയതാണ് എൻ്റെ ഫാമിലീസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ് ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര ബോണ്ടാണ്. അപ്പം ഇവർക്ക് ആർക്കെങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഫസ്റ്റ് നേഴ്സിംഗ് എടുത്തപ്പം. പിന്നെ നോർമലി 9 to 4 ജോബ് പോലെയല്ല നേഴ്സിംഗ്. നമുക്ക് വരുന്ന ഓരോ പേഷ്യൻസും ഓരോ അനുഭവങ്ങൾ തന്നിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഓരോ ദിവസം നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളായിരിക്കും, പുതിയ കൾച്ചർ നമുക്ക് പഠിക്കാൻ പറ്റും, പുതിയ മനുഷ്യന്മാരെ ക്യാരക്ടേഴ്സ് ഇതെല്ലാം റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്രേസ് ഒക്കെ ഉള്ളതുകൊണ്ട് എടുത്തതാണ് നേഴ്സിംഗ്. പഠന കാലഘട്ടം തിയറി എനിക്ക് പൊതുവെ ചെറുപ്പം തൊട്ടേ വലിയ താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. പക്ഷേ ഇതിൽ ഞാൻ പ്രാക്ടിക്കലായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം ഈ ഫീൽഡിനും പ്രാക്ടിക്കലാണ് വേണ്ടത്. അപ്പം തിയറി കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്യുമെങ്കിലും പ്രാക്ടിക്കൽ ഞാൻ അത്യാവശ്യം നല്ല കിടലായിട്ട് ഞങ്ങൾ എല്ലാ പോസ്റ്റിങ്ങും സൈക്കാട്രി ആണെങ്കിൽ സൈക്കാട്രി, ചൈൽഡിൻ്റെ അതുകൊണ്ട്, പിന്നെ അതേപോലെ തന്നെ OBG എല്ലാ പോസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം പക്കമായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റഡീസ് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എൻ്റെ സ്റ്റഡീസിന് റിസൾട്ട് വന്നത്. പ്രാക്ടിക്കലിൽ ഇങ്ങനെയും തിയറിയിൽ കുറച്ച് കുറവായിരിക്കും. ഈ ഒരു രീതിയിൽ അങ്ങ് 4 വർഷം. പിന്നെ ബാംഗ്ലൂരായിരുന്നു. അവിടുത്തെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സ്ഥലം കോലാർ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ബോർഡറാണ്, ആന്ധ്ര തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് മിനിമം 5 ലാംഗ്വേജ് അറിയും. കന്നഡ, തെലുഗു, ഉറുദു, പിന്നെ തമിഴ്, പിന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയും. അപ്പം നമ്മൾ ഓരോ പേഷ്യൻസിനും മദർ ടങ് വേറെ ആയിരിക്കും. അപ്പം അവിടെ നിന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാൽ കുറച്ച് ബിലോ ക്ലാസ് വരുന്ന ടീംസാണ് അവിടെ ഉള്ളത്. അപ്പം നമുക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷ നമ്മൾ പഠിക്കണം. അങ്ങനെ അവിടെ എത്തിയിട്ടാണ് ശേഷമാണ് ഞാൻ കന്നഡ പഠിക്കുന്നത്, തെലുങ്ക് പഠിക്കുന്നത്, ഒരു ഇൻട്രാക്ഷൻ വേണ്ടി മാത്രം. എന്തുകൊണ്ടും എനിക്ക് ആ ജീവിതം ഓരോ ദിവസം ഓരോ പുതിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജ് ജീവിതം അങ്ങനെ ഒരു ബോർ ലൈഫ് അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. ഈ മിത്ത് പോലെ ബാംഗ്ലൂരിൽ പോയാൽ എല്ലാവരും കെട്ടുപോകും എന്നുള്ള സംഭവമൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല, എല്ലാം നമ്മളെ കയ്യിലിരിക്കുന്നത്. നമുക്ക് തീരുമാനിക്കാം നമ്മൾ നന്നായിട്ട് പോകണോ അതോ തിരിഞ്ഞു പോകണോ. അവിടെ എത്തിയപ്പോൾ എൻ്റെ സീനിയേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. റാഗിങ് എന്ന് പറഞ്ഞ സീനൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം ഇവരെല്ലാവരും സപ്പോർട്ടും ഇവരെല്ലാവരും ഒരു ലവ് കെയർ, പിന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യും ഇങ്ങനെ, അത് നീ പഠിക്കണം, ഇത് ചെയ്യണം, നീ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയൊരു സർക്കിളിലായിരുന്നു എൻ്റെ ജീവിതം. അപ്പം 4 വർഷം അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് പോയത്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം 6 മാസം ഗ്യാപ്പായല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഓരോ രാജ്യത്തിനെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് വരെ ഞാൻ DHA ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം ഫ്രഷേഴ്സിനെ ഇൻടേക്ക് ചെയ്യുന്നത് DHA ഒക്കെ ആയിരുന്നു, ദുബായ് ഹെൽത്ത് അതോറിറ്റി. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ വെച്ചാൽ നമുക്കതൊരു പക്ക ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ DHA പാസ്സായാലും പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ തന്നെ വിസിറ്റിംഗ് വിസയിൽ പോയി നമ്മൾ തന്നെ അന്വേഷിച്ച് നമ്മളൊരു ജോബ് കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന ജോബ് ചിലപ്പോൾ ഒരു ക്ലിനിക്കായിരിക്കാം. ക്ലിനിക്കാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു OPD ക്ലിനിക്ക് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു OPD എന്ന് വെച്ചാൽ മാക്സിമം പോലെ ഒരു BP ചെക്ക് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ എഴുതാൻ കാണും. അതൊരു ലൂപ്പിൽ അങ്ങ് പെട്ടുപോകും. സാലറി കിട്ടുന്നതിനേക്കാളും ഞാനൊന്നുകൂടി നോക്കണം എൻ്റെ സ്കിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാനാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ DHA ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹോസ് ബിൽഡിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനി ഇപ്പോൾ ഫൈനൽ ഇയറാണ്. അപ്പം അവളാണ് ഒന്നുകൂടി എന്നെ ബൂസ്റ്റ് ചെയ്തത്. അപ്പം നീ ജർമ്മനി എടുത്തോ, നീ നേഴ്സിംഗ് കഴിഞ്ഞല്ലേ, നിനക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജ് സ്കില്ലും ഉണ്ട്, എന്നെക്കൊണ്ട് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവൾ മാത്രമല്ല എൻ്റെ ചുറ്റുള്ള എല്ലാവരും പറഞ്ഞു നിനക്ക് ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്കൊരു ക്രേസ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ലാംഗ്വേജ് പഠിക്കുന്നതിലും അത് സംസാരിക്കുന്നതിലും എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ നേറ്റീവ് സ്പീക്കറെ പോലെ സംസാരിക്കാൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഒരു ചാലഞ്ച് എന്ന് അറിയത്തില്ലേ. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം എനിക്ക് അവിടുത്തെ നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതേ ഡയലക്റ്റ് വേണം, അതേ ഒരു പ്രൊണൗൺസിയേഷൻ വേണം, എല്ലാം അങ്ങനെ തന്നെ ആവണം. ആ ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെയാണ് ഓക്കെ ഒരു പുതിയ ഭാഷ പഠിക്കാം. പിന്നെ ആളെത്തുമ്പോൾ പുതിയൊരു രാജ്യമായി. പിന്നെ യൂറോപ്യൻ കൺട്രി ഓഫ് കോഴ്സ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു ഡ്രീം ആയിരുന്നു ആരെങ്കിലും ഒരാൾ യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിൽ ആക്കണമെന്ന്. അങ്ങനെ മൂത്ത ജ്യേഷ്ഠനെ കൊണ്ടും പറ്റിയില്ല, രണ്ടാമത്തെ ജ്യേഷ്ഠനെ കൊണ്ടും പറ്റിയില്ല. അപ്പോൾ 2 പേരും കൂടി സപ്പോർട്ടായിട്ട് പറഞ്ഞു നീ ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ എല്ലാം കൂടിയും കറങ്ങി തിരിഞ്ഞ് ജർമ്മനി ഇവിടെ എത്തി. ഇതെനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു ചാപ്റ്ററായി ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിച്ച അവിടെ ആകുമ്പോൾ ഫാക്കൽറ്റീസ് കുറച്ച് വീക്കായിരുന്നു. കാരണം ഒരു ടിപ്പിക്കൽ കർണാടക വൈബായിരുന്നു അവർക്ക് എല്ലാവർക്കും. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങളെ എസ്പെഷ്യലി എടുത്തു പറയാൻ ഞങ്ങൾ സൂര്യ സാറിനെ ഞങ്ങൾ എല്ലാവരും എടുത്തു പറയും. കാരണം എന്താ വെച്ചാൽ ഒരു ഈഗോ ഇല്ലാത്തൊരു പ്യുവർ മനുഷ്യൻ. അങ്ങനെ ഒരു ഫാക്കൽറ്റിയാണ്, നമുക്ക് ഫീൽ ആവാത്ത രീതിയിലാണ് പഠിപ്പിച്ചു തരിക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത് വന്ന് ഒരു സംഭവമുണ്ട്, എന്താ പറയുക, എന്താ മോനെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു തരില്ലേ, അതേപോലെ തന്നെ എന്താ മോനെ ഡൗട്ട് ചോദിക്കും. ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് സാർ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കി പറഞ്ഞു തരും. ഞങ്ങൾക്കത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ സാർ അടുത്ത ടോപ്പിക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ അത്രയും നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത്, പിന്നെ സാർ എഫോർട്ട് ഇട്ടിട്ട് സാറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ഉണ്ടായിരുന്നു, അത് സാറിന് എഫോർട്ട് ഇട്ടിട്ട് സാറ് ടൈപ്പൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് സാർ അയക്കും. ഞങ്ങളെല്ലാം ഉത്തരം ക്ലിയർ ആയെന്ന് അറിയുമ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതി സാർ ഇട്ടത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പഠിച്ചിങ്ങനെ മുമ്പോട്ട് വരണം എന്നുള്ള അത്രയും ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ അത്രയും ബാക്ക് ബോൺ ആയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും, പിന്നെ ഇവിടുത്തെ ബാക്കി എല്ലാ സ്റ്റാഫും, അമലു, പിന്നെ സ്റ്റെഫീന മാം, പിന്നെ നിത മാം, കുറേ പേര്, ഷിജിൻ സാറ്, പിന്നെ അവിരാൽ സാർ ഓഫ് കോഴ്സ്. ഇവിടുത്തെ എനിക്ക് ജർമ്മൻ സംസാരിക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ അവിരാൽ സാറാണ്. കാരണം വെച്ചാൽ അവിരാൽ സാർ ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ വന്നപ്പം എന്തൊക്കെയോ പറഞ്ഞു പോയി, അതിലാകെ 1-2 വാക്ക് കിട്ടിയിട്ടുള്ളൂ. അതെനിക്കൊരു എനിക്കൊരു ചാലഞ്ചായി. എങ്ങനെയെങ്കിലും ആ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് എടുക്കണം ഒരു ദിവസം. ആ ഒരു ചാലഞ്ചാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് സാറുമായിട്ടൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണം. സാറോട് ഇങ്ങനെ സംസാരിച്ച് അപ്പം ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും അടിപൊളിയാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്ട്രെസ്സായ ഒരു ജോബാണ് നേഴ്സിംഗ്. കാരണം ഓരോ ദിവസം വരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കലായിരിക്കാം, ചിലപ്പോൾ നോർമൽ പേഷ്യൻസ് ആയിരിക്കാം. അപ്പം ഇവിടെ നമ്മൾ അത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും റിട്ടേൺ ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നത് എന്തുവാ? സ്ട്രെസ്സും പിന്നെ ഫിസിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ്. അതായത് നോർമലായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കാൻ പറ്റത്ത് പോലില്ല. കാരണം നമുക്ക് എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റാൻ പോലും പറയാൻ പറ്റില്ല. കാരണം കേസ് അങ്ങനെയായിരിക്കും. അപ്പം ഇതിന് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നോ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് റിട്ടേൺ ആയിട്ട് ഒന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നോട് പറഞ്ഞ ഒരേ കാര്യമാണ്. കാരണം 2 വർഷമൊക്കെ മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നാട്ടിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സെറ്റായി വരണമെങ്കിൽ. അപ്പം ഈ സമയത്ത് നീ ഒരു ലാംഗ്വേജ് ക്രാക്ക് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോറിൻ എക്സാം എഴുതിയിട്ട് പുറത്തോട്ട് പോകാനോ നോക്കിയാൽ നിനക്ക് ആ സ്റ്റാർട്ടിങ് ഉള്ള ഒരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സാലറി നമ്മൾ പേ ആകുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് റെസ്പെക്റ്റ് ഓഫ് കോഴ്സ് ജർമ്മനിയിൽ എടുത്തു പറയേണ്ടതാണ്, നേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, എസ്പെഷ്യലി ഇന്ത്യൻ. അപ്പം അവിടുത്തെ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് പറഞ്ഞില്ലേ, ഈ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പേഷ്യൻറ്റിന് കെയർ ചെയ്യാൻ പോകുന്ന ആളെ പേര് ഇന്ത്യൻ നെയിം ആണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ജർമ്മൻസിന് പോലെയല്ല ഇന്ത്യൻസ് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കിട്ടുന്നതാണുള്ളത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മൾ ഇത്രയും ഒരു കോഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കെയറും എടുത്തിട്ട് നമുക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ റെസ്പെക്റ്റ് കിട്ടുന്ന രാജ്യമാണ് ജർമ്മൻ. അപ്പം എന്തുകൊണ്ടും ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സംഭവം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് സാലറി നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് വെച്ചിട്ട് നമ്മളെ ഇവിടുത്തെ സാലറി നമുക്ക് ഒരിക്കലും ടാലി ആയി പോകത്തില്ല. പിന്നെ ലോൺ എടുത്ത് പഠിച്ചവരാവാം അധികം പേരും. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേരുണ്ട്, അവരെല്ലാം ഈ ലോണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാലറിയും പറ്റത്തില്ല, അവർക്ക് ജീവിക്കാൻ വേറെ സിറ്റിയിൽ പോയാണ് ജീവിക്കുന്നത്, അവിടുത്തെ എക്സ്പെൻസസുമായിട്ട് ടാലി ആയി പോകത്തില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇതെല്ലാം ഇനി ചേഞ്ചായി വരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനെപ്പോഴും എന്താ പറയുക, നമുക്ക് എവിടെ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നതോ നമുക്ക് അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം വേസ്റ്റായി പോകുന്നൊരവസ്ഥയാണ്, നമുക്ക് റിട്ടേൺ ആയിട്ടൊന്നും കിട്ടത്തുമില്ല. ഓഫ് കോഴ്സ് ജർമ്മനിയിലല്ലേ എല്ലാം ഏറെക്കുറെ എല്ലാം ഗുണങ്ങളുള്ളത്. കാരണം ഓക്കെ എല്ലാവരും പറയുന്ന സാലറിയിൽ ഇത്ര % ടാക്സ് പോകുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് അവർ ഇത് ചിലവാക്കുന്നത്. അതായത് അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് 8 hours വർക്ക് 5 days, 2 വരെ ഓഫ് ഉണ്ട്. പിന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിട്ട് 6 മാസം കൂടുമ്പോൾ വെക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫാമിലി വിസ ആണെങ്കിലും നമ്മുടെ ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇതെല്ലാം ഗവൺമെൻറ് തന്നെയാണ് അവിടെ നോക്കുന്നത്. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഇത്ര ആനുകൂല്യങ്ങളൊക്കെ ഒരു രാജ്യം തന്ന് നമുക്കതിൻ്റെ ഒരു മോട്ടിവേഷൻ ആവും ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. കാരണം നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരുന്നുണ്ടല്ലോ, അതാണ് അവരെ മെയിൻ ഒരു ഇത്. അപ്പം എന്തുകൊണ്ടും ഫോർ എ നേഴ്സ് ജർമ്മനി ഈസ് എ ഗുഡ് ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ചൂസ് ചെയ്തതും. എൻ്റെ ഡ്രീം ഓഫ് കോഴ്സ് അതൊരു ചെറുപ്പം തൊട്ടുള്ള സംഭവമാണ്. അത് എനിക്ക് ക്യാമറൻ്റെ മുന്നിൽ വരുന്നതിനേക്കാളും ഇഷ്ടം ക്യാമറൻ്റെ പിറകിൽ വർക്ക് ചെയ്യാനാണ്. കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുമ്പം എനിക്ക് ആ പൈസ അപ്പാർട്ട് ചെയ്താൽ എനിക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ റിവ്യൂ എനിക്ക് കിട്ടണം. ആ റിവ്യൂ എന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് സാലറി പോലും ആ ക്യാഷ് പോലും ചോദിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ കുറേ സ്ക്രിപ്റ്റ് എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പോകും, ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഞാനത് പോകും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്ലോ ആണ്. എന്ന് വെച്ചാൽ ഒരു സീനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമ്മളിപ്പോൾ ഒരു സോങ് കിട്ടിയിട്ട് ആ സോങ്ങിൻ്റെ സീൻസ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാം എനിക്ക് ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സും. അപ്പം ഓഫ് കോഴ്സ് ഒരു ഡേ എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം. അത് ഓഫ് കോഴ്സ് ഇനിയിപ്പം ഇന്ത്യയിൽ തന്നെ ആണെന്നില്ല, എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ജർമ്മനിലായാലും എനിക്കിപ്പോൾ ഒരു സ്വന്തം നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിൽ പോലും സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ നമ്മളെ കണ്ടന്റ് എന്താണോ അതിനാണ് വാല്യൂ. അപ്പോൾ അതെല്ലാം മൈൻഡിൽ കണ്ടിട്ട് എൻ്റെ ഒരു ഡ്രീം ഓഫ് കോഴ്സ് ഒരു സിനിമ. കാരണം നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് പ്രൊഫഷണൽ വേറെ നമ്മളെ പാഷൻ വേറെ, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. വാപ്പ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വാപ്പനെയൊക്കെ റിട്ടയർ ആക്കി വീട്ടിലിരുത്തി, അല്ലെങ്കിൽ അവർക്ക് 2 പേർക്കും എന്നുവെച്ചാൽ വാപ്പ ചെറുപ്പം തൊട്ടേ പ്രവാസിയായിരുന്നു. അപ്പം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പം അതിനുവേണ്ടി സാഹചര്യങ്ങളൊക്കെ സെറ്റാക്കുക, അവർക്ക് ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടേതായ ഒരു എന്താ പറയുക ഹാപ്പിനെസ് കണ്ടെത്തുന്ന മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി പോലെ ഇക്കാക്കന്മാരും വൈഫ് വരികയാണെങ്കിൽ എല്ലാവരും ഒരേ ഫാമിലി പോലെ ഒരേ വീട് പോലെ അങ്ങനെ ഒരു ഹാപ്പി കുടുംബം. ആ ഒരു സാധനം നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും, അധിക കാര്യത്തിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാറുമുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവരാർക്കും ഇതുവരെ ഒരു ചീത്തപ്പേരൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല. അപ്പം അവരെ ഹാപ്പി ആയിട്ട് എന്നെ എങ്ങനെയാണ് നോക്കി അതേപോലെ തന്നെ അവരെ ഹാപ്പി ആയിട്ട് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം കയ്യിൽ പൈസ ഇല്ല, പൈസ തന്നെ വേണമല്ലോ. അപ്പം അല്ലാത്ത രീതിയിലല്ല ഞാൻ അവരെ ഹാപ്പി ആയിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ എക്സ്പ്രഷൻ, അതായത് സംസാരം, അത് കേട്ടപ്പം എനിക്കൊരു വാശിയായി. കാരണം എന്താ, സാറിനെ പോലെ തന്നെ ആകണം. പിന്നെ വന്നപ്പോൾ ഓഫ് കോഴ്സ് ജർമ്മൻ ചൂസ് ചെയ്യുമ്പം നെഗറ്റീവ്സ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് കുറേ പേര് പറഞ്ഞു, അത് അധികം പേരും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ A1 A2 അല്ലെങ്കിൽ B1 ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, അവരെ കൊണ്ട് ആവുന്നില്ല, അതുകൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്ത്. എന്നാലോ വരുന്നവരോട് എല്ലാവരും പറയും അത് ഭയങ്കര കഷ്ടമാണ്, ഇതാന്നൊക്കെ പറയും. അപ്പം ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയൊന്നും അല്ല, എന്നെ കൊണ്ട് പറ്റും. ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനം എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം
അതൊക്കെ തന്നെയാണ് എന്നെ ഈ ജർമ്മനി ഇങ്ങനെ ഓരോ ദിവസം കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ തോന്നുന്നതും നമുക്കുള്ളൊരു സ്പാർക്ക് എന്ന് പറയത്തില്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത്. അപ്പം എന്തായാലും ചാലഞ്ച് ഇല്ലാതെ ഞാൻ എന്തായാലും ഇത്രയും വാശിക്ക് നിൽക്കത്തില്ല. അതൊക്കെ അത്രേ ഉള്ളൂ.